സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രാവിൻ്റെ മുട്ടയ്ക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മളെ പെൺപ്രാവിൻ്റെ ചിറക് വെട്ടാൻ പോവുകയാണ്. മെയിനായിട്ട് ചിറക് വെട്ടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെട്ടുപ്രാവില്ല, അപ്പോൾ വെട്ടുപ്രാവായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാ പ്രാവിനെ ഇപ്പോൾ വായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ആണില്ലേ, അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ച് ചളിവെള്ളമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ചെറുതായിട്ട് വെയിലുണ്ട്. അപ്പോൾ ആ വെയിലത്തൊന്ന് വായിക്കൂട്ടിലിടുക. അപ്പോൾ ഗൈസ് കണ്ടോ, അവിടെ അധികം വെള്ളമായില്ല, അതുകൊണ്ട് ഇവിടെ നനഞ്ഞുണ്ട്. അപ്പോൾ ഇതിനൊന്ന് വെയിലത്തിടാം. ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയൂല, അവിടെ ഒരു എള്ളാടനാണോ അല്ലെ പരുന്താണെന്നോ അറിയില്ല, വീഴുന്നുണ്ട്. കണ്ടോ ഗൈസ്, റൗണ്ട് ഇട്ട് വട്ടമിടുന്നുണ്ട്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. നമുക്ക് പ്രാവിനെ എന്തായാലും പറത്തുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് വായിക്കൂട്ടിലേക്ക് ബാക്കിയുള്ള പ്രാവുകളൊക്കെ ഇടാം. അപ്പോൾ ഗൈസ്, നല്ല മഴ വന്നിതാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാം. അപ്പോൾ ഗൈസ്, മഴ ഒന്ന് നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. കണ്ടോ, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മഴ ചോർന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, നല്ല മഴ ഉണ്ട്. നമ്മളെ പ്രാവ് വായിക്കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പം പ്രാവ് നല്ലോണം മഴ കൊള്ളുന്നുണ്ട്. അപ്പോൾ കുളിച്ചോട്ടെ, ചൂടെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഷീറ്റ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴ ചോർന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രാവിൻ്റെ അടുത്ത് നോക്കാൻ പോയാൽ പ്രാവ് അധികം നനഞ്ഞില്ല, നല്ല ക്വാളിറ്റി ഉള്ള തൂവലാണ്. അധികം പ്രാവ് നനഞ്ഞ പോലെയല്ല. സൈഡിൽ 2 ചിറകിലും മാത്രം ഇച്ചിരി വെള്ളം കിടക്കുന്നുണ്ട്. അധികം ഓവർ നനഞ്ഞില്ല, പക്ഷെ നല്ല മഴയൊന്നും പെയ്ത്. ഇപ്പം അത്യാവശ്യം പറക്കുമ്പോൾ മഴയത്ത് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട് പ്രാവിന്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ബാക്കിയുള്ള മക്കളെയും പിന്നെ ആ പെണ്ണിനെയും ഒക്കെ നമുക്ക് ആ വായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഇത് അത്യാവശ്യം സൈസുള്ള പ്രാവാണ്. മക്കൾ സൈസ് വന്നിട്ടുണ്ട്. ഇതാണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേത് പെണ്ണും, അതിലുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. ഇത് നല്ല ആണിൻ്റെ പോലെ ഉണ്ട്, നല്ല തൂവൽ. ഇതാ 3-ാം കള്ളി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. താങ്കൾ കറുപ്പ് കണ്ടോ കറുപ്പ്. അങ്ങോട്ട് വാ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ തൂവലൊക്കെ ഇതാ കണ്ടോ, പോയി വരുന്നുണ്ട്. പുതിയ തൂവൽ വരുന്നുണ്ട്. നല്ല കൂട്ടിലൊക്കെ നല്ല തൂവൽ കിടക്കുന്നുണ്ട്. അപ്പോൾ തൂവൽ കൊഴിഞ്ഞ് വരുന്നുണ്ട്. അവിടെ പാൻ്റെ ശല്യമുണ്ട്. അപ്പോൾ പാന് കാണുന്നുണ്ട്. നമുക്ക് വെള്ളമൊക്കെ വാങ്ങണം പാൻ്റെത്. അപ്പം ഇതിൻ്റെ ചിറകാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ മുട്ടക്കൊന്ന് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കാം, എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫസ്റ്റത്തെ മുട്ട. അവിടെ അടിയാടം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ മുട്ട ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടോ നരമ്പ്. ഇനി മറ്റേ മുട്ട ഒന്ന് വെച്ചെടുക്കാം. അപ്പം ഇതിനും റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ 2 മുട്ടയും വിരിയും. അപ്പോൾ ഗൈസ് നമ്മൾ കത്രികൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെൺപ്രാവിനെ കൂട്ടുന്ന പിടിക്കണം. എന്നിട്ട് എങ്ങനെയാണ് ചിറക് വെട്ടുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ചിറക് വെട്ടാൻ പോകുന്നത്. എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ ഒന്ന് ഊതി വെക്കാം. അപ്പോൾ ഗൈസ് ഇത് ചോര ഉള്ള ഒരു ചിറകുണ്ട്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചോരയുള്ള തൂവൽ മാക്സിമം എടുക്കാൻ പാടില്ല. ഇതിൽ ഊതി നോക്കിയപ്പോൾ ഇതിൽ ചോരത്തൂവലൊന്നും കാണുന്നില്ല. ഇതിലാണ് ചോരത്തൂവൽ കാണുന്നത്. ഈ തൂവലൊന്ന് മാറ്റിയിട്ട് താങ്കൾ കാണുന്നുണ്ടോ വെച്ചാൽ കണ്ട ചോരത്തൂവൽ. അപ്പോൾ അത് ഏതാ തൂവലെന്ന് മനസ്സിലാക്കിയിട്ട് അത് വെട്ടാൻ പാടില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഒരു വലിപ്പം കുറഞ്ഞ തൂവൽ. അപ്പോൾ ഈ തൂവൽ വെട്ടൂല, ബാക്കി എല്ലാ തൂവലും വെട്ടും. നമുക്കിനി വെട്ടല്ലേ കിടക്കാം. അപ്പോൾ ഗൈസ് ഈ 2 തൂവൽ നമ്മൾ വെട്ടുന്നില്ല. ഇതിപ്പോൾ ചോരത്തൂവലാണ്, അതും വെട്ടുന്നില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഉള്ളൊരു 2 തൂവലും കൂടി വെട്ടാം. കൂടുതൽ വേണ്ട ഒരു 2 തൂവൽ. ഇതിൻ്റെ പറവ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ നല്ല പറവാണെന്ന്. അതുകൊണ്ട് ഇത് നല്ലോണം അടിക്കൂ. അതുകൊണ്ട് ഈ തൂവലും കൂടി ഒന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ തൂവലൊക്കെ വെട്ടിയിട്ടുണ്ട്. ഈ 2 തൂവൽ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇവിടെ 3 തൂവലുണ്ട്. ഈ തൂവലുണ്ടെന്ന് വെച്ചാൽ ചോര തൂവലാണ്, അതുകൊണ്ട് അത് വെട്ടിയില്ല. ഇതാണ് വെട്ടിയത്. ഉണ്ടോ? അപ്പോൾ ഗൈസ് ഇതൊന്നും നമ്മൾ ഇവിടെ ഇടുന്നില്ല. ഇവിടെ ഇട്ടാൽ അടിച്ച് പറക്കൂ, പറക്കാൻ നോക്കൂ. അപ്പോൾ ഇതിന് ചിറക് വെട്ടിയിട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കൂട്ടിലേക്കല്ല ആ കൂട്ടിലേക്ക് ഇടുക. ഓക്കെ, അതിന് മനസ്സിലായിട്ടുണ്ട് ചിറകില്ലാന്ന്. പറക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറന്നില്ല. ഇനി അതിനൊന്ന് പിടിക്കാൻ നോക്കാം, അത് പറക്കുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഗൈസ് പ്രാവ് പറന്നിട്ടൊന്നുമില്ല. ഇനി മനസ്സിലായിട്ടുണ്ട് ചിറകില്ലാന്ന്, മര്യാദയ്ക്ക് നിന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ മുട്ടയുടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂട്ടിലേക്ക് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു കുഞ്ഞിന് കടല കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ തോലൊന്ന് ഇതാക്കാം.
അപ്പോൾ ഗൈസ് നമ്മളെല്ലാം തോല് ഒളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നീറ്റിങ്ങൊക്കെ കൊടുക്കാം. ഒന്ന് നനച്ചുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് അതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ് വീഡിയോ അത്രേ ഉള്ളൂ. കുറച്ച് ലെങ്തായിപ്പോയി, ഒരു 11 മിനിറ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് ലോങ് ആയത് പോയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.